ഹായ്, ഞാൻ ദേവി. ഞാൻ ദാമു. ഞങ്ങൾ യുഎസിന്റെ ചുറ്റും ഒരു RV ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് ഞങ്ങളുടെ RV. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ഹലോ, മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ അകലെ ഉള്ള ഒരു ടൗണിലേക്ക് പോവാണ്. പോക്കഹോണ്ടാസ് എന്നൊരു ടൗണിലാണ്. അത് വെർജീനിയയിലാണ്. വെസ്റ്റ് വെർജീനിയയിൽ നിന്ന് വെർജീനിയ കടന്നിട്ട്. അപ്പോൾ ആ ഡ്രൈവാണ് ഇതൊക്കെ കണ്ട. ഫുൾ ഫോഗിയാണ്. രാവിലെ ഒരു 8:15 കഴിഞ്ഞു. അപ്പം നല്ല ഫോഗിയാണ്. ഇന്ന് തണുപ്പും ഉണ്ട്. ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു. നമ്മൾ എന്തിനാ അവിടെ പോണത് ദാമു? പുതിയ കലാപരിപാടി കണ്ടുപിടിച്ചു. എന്താ അത്? ഇതിന്റെ പേര് ആണ് UTV റൈഡിങ്. അത് ATV പോലെയാണോ? ATV പോലെയെന്ന് പറഞ്ഞാൽ ഏകദേശം ഏറെക്കുറെ. പക്ഷെ അല്ല. UTV എന്താ? അപ്പൊ UTV എന്താ? ATV ഓൾ ടെറൈൻ വെഹിക്കിൾ. UTV യൂട്ടിലിറ്റി ടാസ്ക് വെഹിക്കിളാണ്. കവറിംഗ് ഉണ്ടാവും. ATVയുടെ മുകളിൽ കൂടി കവറിംഗ് ഉണ്ടാവും. ഇതിനും കൂടെ പവർഫുൾ ആയിരിക്കും. കുറച്ചുകൂടെ പവർഫുൾ ആണ്. അതിലും തമാശ അതല്ല, ഇത് പോകുന്ന ട്രെയിലാണ്. ഈ ഭാഗത്ത് ആണ് യുഎസിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രെയിൽസ് ഉള്ള സ്ഥലം. ഹാറ്റ്ഫീൽഡ് മക്കോയ് ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഹാറ്റ്ഫീൽഡ് മക്കോയ് ട്രെയിൽസ് ഏകദേശം 2000 മൈൽ ട്രെയിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാടുകളിൽ കൂടി വേണ്ടി മാത്രം. പിന്നെ ബൈക്ക്, മോട്ടോർ ബൈക്ക് ഓടിക്കും ആൾക്കാർക്ക്. ഉള്ളവർക്ക് അതും കൊണ്ടുപോകാം. അപ്പോ അതിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ഇപ്പോ. ശരി. അപ്പോൾ 12,000 നമ്മൾ 4 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോ 2000 മൈലിൽ വല്ല 30 മൈൽ ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷെ ഇതിൽ എക്സ്പീരിയൻസ്. ഈ ഭാഗത്തില് ദൂരം ആൾക്കാരാണെന്ന് അറിയാമോ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്നത്. എന്താ ഇൻഫാക്ട് ഈ ചെറിയ ചെറിയ ടൗൺസ്, ഇപ്പൊ നമ്മളിപ്പോ കിടക്കാൻ പോകുന്ന ടൗൺ ചെറിയ ടൗൺ ആണ്. ബ്രാംവെൽ. അപ്പൊ ഈ ബ്രാംവെല്, പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് പോക്കഹോണ്ടാസ്, ഇതെല്ലാം പഴയ കാലത്തെ കോൾ മൈൻ ടൗൺസ് ആയിരുന്നു. അത് ശരി. അപ്പൊ ഈ കോളൊക്കെ പോയി. ഇവിടെ പലയിടത്തും കോളൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർ പുതിയ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് വരുന്നതിൽ ഒരെണ്ണമാണ് ഇത്. ഇതാണ് ബ്രാംവെൽ ടൗൺ. അപ്പൊ കേറുന്നല്ലേ നമ്മള് ബ്രാംവെൽ ടൗണിലേക്ക്. ടൗൺ എന്ന് പറയുമ്പോൾ 4-5 വീട്, 4-5 കട, അത്രേ ഉള്ളൂ. കുഞ്ഞു ടൗൺസ് ആണ് ഈ കാണുന്ന. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ എൻഡിൽ കാണുന്ന ലൈറ്റ് അല്ല, സ്റ്റോപ്പ് സൈൻ വരെ, അത്രേ ഉള്ളൂ. അതാണ് മെയിൻ സ്ട്രീറ്റ് ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ MG റോഡ് ഇത്ര ചെറുതാണ് ഇവിടുത്തെ. അതെ, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് അതൊക്കെ. പക്ഷെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പട്ടിക്കാട്ടിലും ആൾക്കാർ വന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, അതിന് വേണ്ടി ഒരു ബിസിനസ് ഉണ്ടാക്കി എക്കണോമി റിവൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോ ബ്രാംവെൽ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പോക്കഹോണ്ടാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പോക്കഹോണ്ടാസ്. അപ്പൊ നമുക്ക് പോക്കഹോണ്ടാസിൽ പോയിട്ട് UTV ഒക്കെ നോക്കാം അല്ലേ? അതെ. ഈ UTV ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും, SXS എന്നും വിളിക്കും. അതായത് സൈഡ് ബൈ സൈഡ്. കാരണം ഇത് കുറെ കൂടെ ആളുകൾക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണെന്ന് പറഞ്ഞാണ് SXS എന്ന് വിളിക്കുന്നത്. എനിക്ക് ഇവിടെ ഓൾറെഡി അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ പപ്പിക്കുട്ടി? ഇപ്പം ഞങ്ങൾ ട്രെയിൽ ഹെഡ് ATV റിസോർട്ടിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ UTVs ഹയർ ചെയ്യുന്നത്. അപ്പം അത് പലതരം വെഹിക്കിൾസ് ഉണ്ട്. ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറച്ചും വണ്ടികളാണ് ആക്ച്വലി. കണ്ടോ? അത് ഈ കാണുന്നത് ആക്ച്വലി ATV ആണ്. എന്തോട് അല്ല, ആക്ച്വലി സ്പ്രിങ് ഷോട്ടാണ്. മറ്റേ സൈഡിൽ നിന്നാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇതാണ് UTVs. ദാമു ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കാൻ പോയിരിക്കുകയാണ്. അവിടുന്ന് വരുന്നുണ്ടെന്നാണ്. വരുന്നുണ്ട്. അപ്പം എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. കുട്ടികളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളിങ്ങനെ ബാക്കിലിരിക്കും. ഇതാണ് ഞങ്ങളുടെ വണ്ടി. കുട്ടികളിവിടെ ബാക്കിലിരുന്നിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ. ഇവിടെ ഞങ്ങളുടെ ഡ്രൈവർ നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? ഓടിച്ചിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്നൊരു ഐഡിയ. ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു മാപ്പ് തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ട്രെയിൽസ് നോക്കണം. അതിൽ ഈ ഗ്രീന് കണ്ടോ? ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഈസിയസ്റ്റ്,
ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോകാൻ പോകുന്നുണ്ട്. പിന്നെ കാണാം. ഞങ്ങളിപ്പോൾ ട്രെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പിള്ളേർ കുറച്ച് സെറ്റിൽ ഡൗൺ ആയി ബാക്കിൽ. എനിക്ക് ഇരിപ്പുണ്ട്. അവർ ഡ്രൈവ് ചെയ്യുന്നു. ഇപ്പോൾ റെഗുലർ റോഡ് വഴി ഞങ്ങൾ ട്രെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഉണ്ട് റോഡിൽ ATV റൗട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. റെഗുലർ റൗട്ടിൽ കൂടെ അല്ല ATV പോയേണ്ടത്. അപ്പോൾ അത് ആ റൗട്ടെല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നോക്കി ഡയറക്ഷൻ നോക്കിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ആ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. ഹോണ്ട ട്രെയിൻ സിസ്റ്റം ഹാറ്റ്ഫീൽഡ് മെക്കോയ് ട്രെയിനിലേക്ക് കയറാൻ പോവാം. നല്ലൊരു കയറ്റമാണ്. കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതാണ് ട്രെയിൻസ് കണ്ടില്ലേ. ഇതാണ് ഇവരുടെ ഈസിയസ്റ്റ് ട്രെയിൽ. അതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കണ്ട കുത്തനെ കയറ്റമാണ്. താഴോട്ടൊരു ക്ലിഫാണ്. എന്നിട്ട് ഇത് 2-way റോഡ് എന്നാണ് അവർ പറയുന്നത്. ഇത് ഈ ട്രെയില് കുറെ കൂടെ സീനിക് ആണ് ആൻഡ് ഈസിയർ ആണ്. വേറെ കുറെ ട്രെയിൽസ് ഉള്ളത് മോർ ടെക്നിക്കലാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രെയിൽസ് ആണ്. ആളുകൾക്ക് ഇങ്ങനെ റഫായിട്ട് ഓടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്കിങ്ങനെ പ്രകൃതി സൗന്ദര്യം കണ്ട് പോവാം. അതിന് വേണ്ടിയുള്ളതാണ്. താഴെ ഒരു കാട്ടിന്റെ നടുക്കൂടിയാണ് നമ്മൾ പോകുന്നത്. താഴെ ഒരു റിവറുണ്ട്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ട്രെയിലിരിക്കുന്ന ഫുൾ കുത്തനെ കയറ്റത്തിലാണ്. ട്രെയിലിരിക്കുന്നത് ഫുൾ കയറ്റമാണ്. കണ്ടിട്ട് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ടേ. അവനിങ്ങനെ വിദഗ്ധനായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ആദ്യം നമുക്ക് താഴോട്ടൊരു ഇറക്കമാണ്. നമുക്കൊരു ഫീല് കിട്ടണം. ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ. ശരി, ഇത് ഫുൾ ടൈം 4-wheel ഡ്രൈവിലാണ്. ഫുൾ ടൈം ലോ ഗിയറിലാണ്. അതെ അതെ അതെ. എനിക്ക് അവിടെ ഇരുന്ന് വാച്ച് ചെയ്യാണ്. കാളി ഓൾറെഡി കിടപ്പായി ഇവിടെ താഴെ. എനിക്ക് ഇഷ്ടമായി ഇതുകൊണ്ട്. ഒരു കയറ്റെല്ലാം കയറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ റെഗുലർ കയറ്റം കുറഞ്ഞൊരു ഏരിയയിലെത്തിയതാണ്. റോഡൊക്കെ ഇങ്ങനെ കുഴിയാണ്. ഡസ്റ്റ് ഇന്ന് കുറവാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഡസ്റ്റ് ഇന്ന് കുറവാണ്. ചില വെള്ളം കുറച്ചൊരു സ്ഥലത്ത് വെള്ളമുണ്ട്. ഇന്നലത്തെ മഴയുടെ ബാക്കി. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? ടോട്ടലി. ഓടിക്കാൻ എങ്ങനെയുണ്ട്? കയറ്റം മാത്രമേ പ്രശ്നമായിട്ടൊന്നുമില്ല. ട്രസ്റ്റ് ദ വെഹിക്കിൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ആണെങ്കിൽ 13-ൽ പോകാം, അല്ലെങ്കിൽ 10-ൽ പോകാം. 13 നോക്കട്ടെ, മാപ്പിൽ നോക്കാം. ഇതാണ് മാപ്പ്. ഇപ്പം ഞങ്ങൾ 10 എടുത്തു. ആ കാണുന്നതാണ് 13. 10 ഇങ്ങനെ കറങ്ങി വന്ന് വേറെ ഏതോ റൂട്ടിൽ കൂടെ ഒക്കെ കയറിയിട്ട് പിന്നെ 13-ലോട്ട് കയറും. അപ്പം ഇപ്പം നമ്മൾ 10-ൽ പോവുകയാണ്. ഇങ്ങനെ താഴെ നോക്കിയിരിപ്പുണ്ട്. ഗിയർ ഒരൊറ്റ ലിവർ ഗിയറാണത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന പാർക്ക് ഒരു വലി വലിക്കുമ്പോൾ അത് റിവേഴ്സിൽ പോവും. പിന്നെ ഒരു വലിക്ക് ന്യൂട്രൽ, പിന്നെ ഒരു വലിക്ക് ലോ, പിന്നെ അത് കഴിഞ്ഞൊരു ഹൈ. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ലോവും 4-wheel
കാർ ഓടിക്കുന്ന പോലെയാണ്, പക്ഷെ ഒരു കംപ്ലീറ്റ് കുണ്ടും കുഴി കൂടെ ഓടിക്കുന്ന ഒരു എഫക്റ്റ് ആണ്. ഇത് വോൾവോ ഓടിക്കുന്ന പോലെ ഓടിക്കരുത് കേട്ടോ. ഈ കക്ഷിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വണ്ടി കൈ കിട്ടിയ പിന്നെ ഒരു 100 അതൊന്നും ഇങ്ങനെ ഒരു 90 അതൊക്കെയാണ് താല്പര്യം ഓടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വോൾവോ ഓടിക്കണ പോലെ ഓടിക്കല്ലേ കേട്ടോ. ആ ഇതേ തകർപ്പ് കുഴി വരുന്ന കേട്ടോ. അവിടെ കഴിഞ്ഞാൽ റോഡ് പെട്ടെന്ന് കാണൂല, അങ്ങനെ ടിങ് പറഞ്ഞ് താഴേക്ക് ഒറ്റ കുഴിയാണോ. അനങ്ങുമല്ലോ, ഭയങ്കര കൺട്രോൾഡാണ് വണ്ടി, ഭയങ്കര കൺട്രോൾഡാണ്. നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി നിൽക്കും. ബ്രേക്ക് സ്പെസിഫിക് ആയിട്ട് ചവിട്ടണമെന്നൊന്നുമില്ല. ആ ഇതിപ്പോൾ റോഡിൻ്റെ സിറ്റുവേഷൻ കണ്ട നല്ല അടിപൊളി. അത് കൊള്ളാം കലക്കി. അടിപൊളി. നമ്മളിപ്പോൾ വന്ന റോഡ് വണ്ടിയല്ലേ. അതേസമയം കേട്ടം കഴിഞ്ഞ് ഇറക്കം ആകുമ്പോഴത്തേക്ക് അത് താഴോട്ടു. അപ്പൊ ഞാൻ ആക്സിലറേറ്റർ മാറ്റി ബ്രേക്കൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പറയാം ഞാൻ നിർത്തി, എന്നെ ബ്രേക്ക് ചവിട്ടി ഞാൻ നിർത്തി എന്ന് പറയും. ഭയങ്കര റെസ്പോൺസീവ്. ആക്ച്വലി ആക്സിലറേറ്റർ കാലിൽ നിന്ന് എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് പറയും. പോന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ വണ്ടിയുടെ കോലം കണ്ട. അഴുക്കായതിലേക്ക് ഓൾറെഡി. ഞങ്ങള് വേറൊരു 10-29 എന്നുള്ള ട്രെയിനിലേക്ക് പോയിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ ട്രെയിൽസിനും ഓരോ നമ്പേഴ്സ് കൊണ്ടാണ് മാർക്ക്ഡ്. ഇപ്പൊ ഡ്രൈവർ ചേഞ്ച് ആണ്. ദാമു തിരിച്ച് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് പാത്താന്ന് തോന്നുന്നു. തീർന്നു എന്ന് വിചാരിച്ചാണ്. അപ്പൊ നോക്കിയപ്പോ ഒരു വലിയൊരു ടേണും കയറ്റവും വന്നു. ഈ കയറ്റം ഞാൻ വിചാരിച്ചു നമ്മള് കയറത്തില്ലാന്ന്. ആ ടേൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് വണ്ടി വളയത്തില്ലാന്ന്. പക്ഷെ ദാമൻ ഇങ്ങനെ മൈക്കൽ ഷൂമാക്കർ സ്റ്റൈലിൽ അടിച്ച് പൊളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തി ഓൾമോസ്റ്റ് ദേർ. എങ്ങനെ ഉണ്ടായിരുന്നത്? നല്ല രസമുണ്ട് അല്ലേ? കൊള്ളായിരുന്നു. അതെ അതെ. ഇതിലും റോഡ് വളയുന്നുണ്ട് കയറ്റം എത്തുമ്പോ. കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാളിക്ക് ഇപ്പൊ ഇങ്ങനത്തെ റോഡ് കണ്ടാൽ നമ്മൾ നടക്കാൻ വിളിച്ചാൽ കാളിക്ക് ദേഷ്യം വരും. ഇപ്പോഴാണ് കാളിക്ക് വണ്ടിയിൽ കയറിയപ്പോൾ കാളിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ഇവന്മാര് ഞങ്ങളെ നടത്തിക്കുന്നതാണ്. ഇതിന് വലിയ കയറ്റമാണ്. നല്ലൊരു കുട്ടി തന്നെയുള്ളൊരു കയറ്റം വരുന്നുണ്ട്. കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞു. ഓക്കെ, ലെവൽ ഗ്രൗണ്ട് എത്തി വീണ്ടും. ഗുഡ് ജോബ്. ഇതൊരു സീനിക് ട്രെയിലാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലുക്കൗട്ട് പോയിന്റ്. ആ ലുക്കൗട്ട് പോയിന്റാണ് ഈ കാണുന്നത്. നമ്മൾ ആക്ച്വലി വെള്ളത്തിലൊക്കെ പതുക്കെ പോയാൽ തെറിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് തന്നെ ഇത്രയും അഴുക്കായിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി റെൻ്റ് ചെയ്യുമ്പോൾ അവർ പറയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ ഒക്കുന്ന ക്ലോത്ത് ഇട്ടുകൊണ്ട് വരണം, അത്രയ്ക്ക് വാലാകൊല ഉടുപ്പിട്ടിട്ട് വരണം എന്ന്. ഓ, ഇവിടെ മുകളിൽ സ്ലിപ്പറിയാണ്.
എന്താ ഫുൾ അഴുക്കായിരിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ അകം ഇരിക്കുന്നത്. ഉണ്ടോ ഇങ്ങനെ 2 ബക്കറ്റ് സീറ്റും ബാക്കിൽ 2 ബക്കറ്റ് സീറ്റും. ഇവിടെ ആണെങ്കിൽ കുറച്ച് സാധനമൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ പിള്ളേർ ബാക്കിലാണ്ട് ബാഗ് ഇവിടെ ബാക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് പിടിക്കാം. കണ്ടോ ഈ ബാറ് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചർ അവിടെ ഫ്രണ്ടിലും ഉണ്ട് പിടിക്കാൻ. അവിടെ നമുക്ക് ശബ്ദം കേൾക്കാം ATV ട്രെയിൽസിന്. കുട്ടികളെ രാവിലെ ഇപ്പം പറത്തി പോവുകയാണ്. ഒരു ഷൂ മേക്കറിൻ്റെ പ്രേതത്തെ കുറിച്ചാണ് തോന്നുന്നത്. ആക്ച്വലി കംഫോർട്ടബിൾ ആയിട്ട് ഇങ്ങനെ വെറുതെ ചെയ്ത് പോവുക. വെള്ളത്തിലൊക്കെ കിഷ്കിഷ്ക്കെന്ന് വേർപ്പിച്ചങ്ങ് പോവാണേ. ഇടയിൽ എവിടെയാണ് വഴി എന്നുള്ളതാണ് നമുക്ക് 12 മണി വരെ വണ്ടിയുണ്ട്. അല്ല 1 മണി വരെ വണ്ടിയുണ്ട്. അപ്പൊ 12:30 വരെ ഇനി ഒരു 2 hours ഈ റൗട്ടിൽ കിടന്ന് കളിക്കാം. ഓക്കെ, വീണ്ടും ഡ്രൈവർ ചേഞ്ച്. നമ്മള് ലൂപ്പ് 19 തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ലൂപ്പ് 19 കുറേ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് then we can see where we want to go. 19 പോയിട്ട് നമുക്ക് വേണമെങ്കിൽ 33 എടുത്ത് കട്ട് ചെയ്ത് 18 പോവാം, അല്ലെങ്കിൽ തിരിച്ച് 12 തിരിച്ച് പോവാം. തുളസി ഡിഫിക്കൽട്ടിലേക്ക് പോവാണ്. 31. ഓക്കെ, ലെറ്റ്സ് സീ. 31 കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് അല്ലേ? 31 കുറേ കൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്തായാലും പതുക്കെ പോയാൽ മതി. നമുക്ക് 31 പോവാം. 33 പോകണം. പേര് 181 എന്നാണ്. ഇത് ഓൾമോസ്റ്റ് മിക്ക ദൂരവും 1 വേ ആണ്. കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ഈ 1 വേ ആയതുകൊണ്ട്. കുഞ്ഞു റോഡാണ്. കണ്ടോ, ഞാൻ മൈക്കിൾ ഷൂമേക്കറിന് ഹാൻഡ് ഓവർ ചെയ്തു. ഷൂമാക്കർ ദേ രാമപ്പ വരികയാണ്. വണ്ടി വരുന്നുണ്ടോ? ഫുൾ കുണ്ടും കുഴി കൂടെയാണ് ഇറങ്ങിയാണ്. ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാനിപ്പം ഇത് കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഈ റോഡുകൾ കണ്ട് ഇങ്ങനത്തെ റോഡിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പം
എന്റെ സീറ്റിൽ വേറെ ഒരാള് കയറിയിരിക്കുന്നു. ആള് മാറി. ഇതെന്താ എന്റെ സീറ്റിൽ കയറിയിരിക്കണേ? ആളി പാവം ബാക്കി തന്നെയാണ്. ഹലോ മൈക്കൽ ഷൂമാക്കർ, എങ്ങനെയുണ്ട്? ഇനിയുണ്ട് കയറ്റം. ഓ, ആ കയറ്റത്തിലോട്ടാണ് ഞങ്ങൾ ഇനി കയറാൻ പോകുന്നത്. അപ്പൊ തിരിച്ച് ഞാൻ വണ്ടി കയറിയിട്ട് മുകളിലോട്ട് കയറുകയാണ്. നല്ല കയറ്റമാണ്. കൊച്ചി റോഡും അല്ലേ. നടന്നിറങ്ങാൻ തന്നെ പാടായിരുന്നു. ഞാൻ നടന്നിറങ്ങാൻ വന്നപ്പോഴേ ഫുൾ സ്ലിപ്പറി ആയിരുന്നു. കണ്ണീവനും അല്ലേ. റോഡ് ഏത്? അതാണ് റോഡ്. ഇതാണ് റോഡ്. ഇതല്ല റോഡ്. ആ വഴി പോയപ്പോ അവിടെ വഴിയൊന്നുമില്ല. ഭാഗ്യത്തിനൊരു ഡേർട്ട് ബൈക്കുകാരൻ അവിടെ വന്നു. അപ്പൊ അയാൾ പറഞ്ഞില്ലല്ലോ, അത് ഡേർട്ട് ബൈക്കിന് മാത്രമേ ഇനി പോകാൻ ഒക്കുള്ളൂ, ഇനിയുള്ള ആ റോഡില്ലെന്ന്. അപ്പൊ ഞങ്ങള് തിരിച്ച് ടേൺ ചെയ്ത് പോവുക. അതാണ് വഴി. അത് ഈ വണ്ടിയൊന്നും പോകത്തില്ല. ഡേർട്ട് ബൈക്കിന് പോകാനുള്ള വഴിയാണ്. കണ്ട അല്ല ഡേർട്ട് ബൈക്ക് ഇരിക്കുന്നത്. ഞങ്ങൾ അവിടെ സക്സസ്ഫുള്ളി യു ടേൺ എടുത്ത് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഈ വൺ വേ ട്രെയിൽസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡേർട്ട് ബൈക്കിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാവും. അപ്പൊ ഈ ഓറഞ്ച് ട്രെയിൽസ് ആക്ച്വലി നമ്മൾ മോസ്റ്റ്ലി വൺ വേ എന്ന് പറയുന്നത്, അത് ഓറഞ്ച് ട്രെയിൽസ് വളരെ നാരോ ട്രെയിൽസ് ആണ്, ഡേർട്ട് ബൈക്കിന്റെ ട്രെയിൽസ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്ന ഡേർട്ട് ബൈക്ക് ട്രെയിലിൽ കൂടെയാണ്. ഒരു അഡ്വഞ്ചർ ആയിരുന്നു അല്ലേ? അപ്പൊ ഞങ്ങൾ 181 കഴിഞ്ഞ് ബിഗർ റോഡിൽ കൂടെ എത്തി. പക്ഷെ ഇപ്പൊ സൈഡിൽ പൊക്കെയാണ്. എന്നാലും റോഡ് ബെറ്റർ ആയിട്ടുണ്ട്. എന്താണ്? ഓട്ടോറിക്ഷ കൊണ്ട് ശബരിമലയിൽ പോകണ പോലെ. ഓട്ടോറിക്ഷ കൊണ്ട് ശബരിമലയിൽ പോണ പോലെ ആയി. തിരിച്ചു വിടാം. ഇപ്പൊ നമ്മൾ എത്താറായി. എന്താ ശരിക്കുള്ള കോളാണ്. ഇതാണ് പൊട്ടിച്ചെടുക്കണത്. ഈ മൗണ്ടിന്റെ താഴെയൊക്കെ കോളാ അല്ലേ? കറുപ്പ് വരുന്നത് കോളിന്റെ കൊള്ളാലോ. ഇതിന്റെ ട്രെയിലിന് മറ്റേ സൈഡിലേക്ക് ഒരിടത്ത് ആക്റ്റീവ് മൈൻ ആണ് അവര് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കാളിയുടെ നിക്കിടേൻ തല ആണ് അവിടെ. കണ്ട ഇപ്പൊ ഞങ്ങള് തിരിച്ച് മെയിൻ റോഡിലെത്തി. അപ്പം തിരിച്ചു പോവുകയായി അല്ലേ? ഇനി പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി ക്ലീനും കൂടെ ചെയ്തിട്ട് വേണം. അവന് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി തിരിച്ചു പോയി വണ്ടി ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നല്ല അഴുക്കായിട്ടുണ്ട്.